നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 25 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച പി വേലായുധന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി.പി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 23 വർഷമായി ഔദ്യോഗിക ജീവിതത്തിൽ ആരോടൊന്നും അറിയിക്കാതെ വളരെ നല്ല സ്തുത്യർഹമായ സേവനം നടത്തിയിട്ടാണ് വേലായുധൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാവിയിലും മാതൃസംഘടനയിലായാലും പെൻഷനേഴ്സ് അസോസിയേഷനിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം 56 വയസ്സ് ആയി എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തോന്നുന്നില്ല. ഇനിയും ഒരു 10-15 വർഷം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം കാഴ്ചയിൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ മറ്റ് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റാനും അവർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് ശേഷിച്ച സമയം കൊണ്ട് സാധിക്കട്ടെ. ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ആ സൽ പേര് നിലനിർത്താൻ ഔദ്യോഗികത്തിന് ശേഷമുള്ള ഈ റിട്ടയർമെന്റ് കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ജഗദീശൻ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. GHS അഞ്ചച്ചവടിയിൽ നിന്നും ക്ലർക്കായാണ് വേലായുധൻ വിരമിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ്, KGOU ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത്, NGO അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷറർ P ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി അഷ്റഫ് പാറശ്ശേരി, KP ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.